പരിപാടി തങ്ങളെ മുടിയാണെങ്കിൽ അത് മുബാറക്കായ കരങ്ങളിലേക്ക് അത് മൂപ്പര വെടല വെട്ടത്. ഇനി മുടിയുടെ വെള്ളത്തിന് പ്രാധാന്യമല്ലേ ഉണ്ട്. എന്നെ ധാരാളം ആളുകൾ വിളിക്കാറുണ്ട്. മുടി മർക്കസിലെത്തിയ അന്ന് മുതൽ വീട്ടിൽ തുടങ്ങിയതാ. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞു, മുടിയിട്ട വെള്ളമാണെങ്കിൽ ആദ്യം കുടിക്കുന്ന ആൾ ഞാൻ തന്നെ. സ്വഹീഹായ മുടിയാവണം, സനദ് ഉണ്ടാവണം. അതിവിടെ ബഹുമാനപ്പെട്ട അഷ്റഫ് ഫൈസി പറഞ്ഞു, അത് പല ആളുകളുടെയും കയ്യിലെത്തിയിട്ടുണ്ട്. തുർക്കിയിലെ മുസ്തഫ കമാലിന്റെ നാട്ടിലുണ്ട്, തുർക്കിയിലുണ്ട്. അയാളാണ് ധാരാളം മോശപ്പെട്ട പരിഷ്കാരങ്ങൾ വരുത്തിയത്. അതുകൊണ്ട് മോശപ്പെട്ടവരുടെ കൈകളിൽ വരുന്നതിനും അത്തരം ആധാറുകളൊക്കെ വരുന്നതിനും ലോകത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മർക്കസ് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണെന്നോ എ.പി. അബൂബക്കർ മുസ്ലിയാർ വലിയാണെന്നോ വരില്ല. അത് പറഞ്ഞത് നന്നായി, വളരെ നന്നായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഒക്കെ ഇവരെന്നെ പറഞ്ഞു വെക്കും. പണ്ട് നമ്മളെ ഇയാളെന്നെ പറഞ്ഞല്ലോ, ആര് അമ്പലക്കടവ് ഹദർജിയുടെ കയ്യിൽ മുടിയുണ്ട്. ഇൻഷാല്ലാഹ് ഞാൻ അതിലേക്ക് വരുന്നു. ഇരിക്കട്ടെ, ഇനി ഞാൻ പറയട്ടെ നിങ്ങളോട്. ഇനിയിപ്പോ സനദാൻ 12 +2 ചോദ്യം അങ്ങനെയുള്ള ഇവിടുന്ന് ചോദിച്ചത് 12 ചോദ്യം. ഓ എസ്കക്കാരെ, 12 ചോദ്യമല്ല 24 ചോദ്യമാണെങ്കിലും ഒറ്റ നൃത്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞ് തള്ളിയിടാൻ മാത്രമേ നിങ്ങളെ ചോദ്യങ്ങളുള്ളൂ. ഞങ്ങളതിനെ വലിച്ചെറിയുകയാണ്. അതേ സമയത്ത് ഒരേ ഒരു ചോദ്യമേ ഞങ്ങൾക്കുള്ളൂ. ഒരേ ഒരു ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാൻ ലോകത്തുള്ള SKSSF-കാരെ മുഴുവനും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എന്താ ചോദ്യം എന്നറിയോ? മിനിയാണ് നിങ്ങളോട് നേരിട്ട് ചോദിച്ച ചോദ്യം. അഥവാ വ്യക്തമായ കൈമാറ്റ പരമ്പര സനദ് ചേളാരിക്കാർ കണ്ടു ബോധ്യപ്പെട്ട ഏതെങ്കിലും ഒരു ഷഹർ മുബാറക്ക് ഇന്ന് ലോകത്തുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഉണ്ടെങ്കിൽ പറയണം. മർക്കസിലെ ഷഹർ മുബാറക്ക് അടക്കം ഒറ്റ ചോദ്യമേ ഉള്ളൂ. ചേളാരിക്കാർ സനദ് കാണണമെന്നല്ലേ പറഞ്ഞത്? ഞാൻ അങ്ങോട്ട് വരാം. സനദ് കണ്ട് ബോധ്യപ്പെട്ടാലേ സ്വീകരിക്കൂന്നല്ലേ? നിങ്ങൾ സനദ് കണ്ട് ബോധ്യപ്പെട്ട എവിടുത്താലും കുഴപ്പമില്ല, വെല്ലൂരിലായാലും കുഴപ്പമില്ല, സുഡാനിലായാലും കുഴപ്പമില്ല, കാശ്മീരിലായാലും കുഴപ്പമില്ല, SK കുട്ടികൾ സനദ് കണ്ട് ബോധ്യപ്പെട്ട ഒരു തിരികേശം ഹാജരാക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് സാധ്യമല്ല. കൊണ്ടുവാ, ഉണ്ടെങ്കിൽ കൊണ്ടുവാ. അതാ വേണ്ടത്. അപ്പൊ സംഗതി ഞങ്ങൾക്ക് സനദില്ല എന്നല്ല, ഞമ്മക്ക് സനദുണ്ട്, അറിയും, എല്ലാം അറിയും. സനദ് എന്താന്ന് പറയും. പക്ഷെ ഇവർ പറഞ്ഞത് അങ്ങനല്ല. ചേളാരിക്കാര് കാണണം സനദുണ്ടാലേ വിശ്വസിക്കാവൂ. നിങ്ങൾ ഏത് സനദാ കണ്ടത്? നിങ്ങൾ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഒരു സനദും കണ്ടിട്ടില്ല. വെല്ലൂർത്തതും കണ്ടിട്ടില്ല, സുഡാനുള്ളതും കണ്ടിട്ടില്ല. നിങ്ങൾ എന്ത് സുഡാന്, നിങ്ങൾക്ക് എന്ത് സംഭവം ഒന്നും അറിയില്ലല്ലോ. അപ്പോ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ഈ 402 മുതൽ ഇങ്ങെടുക്ക് ഞാൻ കാണിച്ചത് ഓരോന്നും കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. ഇവര് സനദാണ് ഇവിടെയും പറഞ്ഞത്. എന്നിട്ട് സനദിലുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് സനദ് എന്താ നിങ്ങൾക്ക് തിരിയണ്ടേ? AP ഉസ്താദ് ഇന്നമദ്ദീനു ബിൽഇസ്നാദ് ഔ ബിൽഅസ്നാദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ SK കുട്ടികളെ നിങ്ങൾക്ക് സാധിക്കാതെ പോയി ഉസ്താദിന്റെ ദർസിൽ വന്ന് പഠിച്ച് നന്നാവണമെന്ന് ഈ സമയത്ത് നിങ്ങൾ പറയാറ്. ഇനി അതിനൊരു യോഗ്യത വേണം അവിടെ ചേർക്കണമെങ്കിൽ. അത് അങ്ങനെയുണ്ട്. അല്ലാതെ മർക്കസിനാണ് ഓടിച്ചെന്നാ അമ്പലക്കടവിനൊന്നും എടുക്കൂല. ഇവർക്കൊക്കെ ഭയങ്കര ബേജാറാ. അമ്പലക്കടവും ഇവരൊക്കെ സാധാരണ പറയുന്നതാണല്ലോ. എന്ത് കാന്തപുരത്തിന്റെ മർക്കസ് എന്ന് പറഞ്ഞാൽ ഒന്ന് മകൻ ഹക്കീം അസേരി, പിന്നെ മരുമകൻ അതാരാ? അത് നമ്മളെ സീഫൈസി ഒക്കെ ഓലെന്നെ പറയുന്നാൾ അമ്പലക്കടവ. അയാളെവിടെ നജാത്തിൽ. അതിന്റെ പ്രിൻസിപ്പൾ ആരാ? മൂപ്പര്. അതുണ്ടാക്കിയതോ മാനുവലേര് മൂപ്പരാ മോശനാണ്. അപ്പൊ ഇതൊന്നും ചിന്തിക്കാതെ അങ്ങോട്ട് പറയല. ഞാൻ ചോദിച്ചു, റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് കുറ്റം പറയില്ല നിങ്ങൾ? ഒന്നാം ഖലീഫാക്കിയത് ആരെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാ? നബിയുടെ അമ്മോശനല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാം ഖലീഫ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി തങ്ങളെ അമ്മോശനല്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു മൂന്നാം ഖലീഫ. റസൂലുള്ളാഹിന്റെ മരുമകനല്ലേ? 2 മക്കളെ കെട്ടിയില്ലേ? മൂന്നാമത്തെ ആൾ അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവിയുടെ ഭർത്താവല്ലേ? അപ്പൊ യോഗ്യതല്ല ആളുകളല്ലേ മരുമകനാകാൻ പറ്റുള്ളൂ. അമ്പലക്കടവിനെ ഉസ്താദിനെ മരുമകാൻ പറ്റൂ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? പോയത്തം പറയാനായിട്ട് ജനിച്ചാലോ? അതങ്ങനെ